Hello my cuties, it's me Anira Jabus, Indian Secret Foodie. Welcome back to my YouTube channel. കുറേ സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. എന്നാലും കുറച്ച് സങ്കടമുണ്ട് ഇത്രയും പൈസ ചിലവാക്കേണ്ടി വന്നല്ലോ എന്ന് ആലോചിച്ചപ്പോൾ. പിന്നെ വിചാരിച്ചു ഇത്രയും നാൾ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്ത ഒരു കാര്യം ഒന്ന് ഒരു പുഷ് കൊടുത്ത സമയത്ത് നമുക്കുണ്ടായ മാറ്റം അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ നല്ല റിസൾട്ട് ഉണ്ടാവും. പിന്നെ നമ്മൾ പൈസയുടെ കാര്യം ആലോചിച്ച് ഇങ്ങനത്തുള്ള സംഭവങ്ങളിലൊക്കെ വളരെ വില കുറഞ്ഞ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത് നമ്മളെ നന്നായിട്ട് ബാധിക്കും. അപ്പോൾ ഞാൻ വേറെ ഒന്നുമല്ല പറഞ്ഞു വന്നത്, ഞാൻ കുറച്ച് സ്കിൻ കെയർ പ്രൊഡക്ട്സ് മേടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഇപ്പോൾ ഫാനായി മാറിയിരിക്കുന്ന കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. അപ്പം ഞാനും റീസെൻ്റ്ലി കുറേ റിവ്യൂസൊക്കെ കേട്ട് ഇനി ഇങ്ങനത്തുള്ള സംഭവങ്ങൾ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരുന്ന 2-3 സാധനങ്ങൾ, അതായത് ഈ ഇടയ്ക്ക് 2 ദിവസം മുന്നിലേ ഞാൻ ഡെലിവറി ആയിട്ടുള്ള സാധനം അത് ഞാൻ പൊട്ടിച്ച് യൂസ് ചെയ്ത് തുടങ്ങി. ബാക്കി കുറച്ച് സാധനങ്ങൾ ഞാൻ ഇന്നലെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അൺബോക്സ് ചെയ്ത് എന്തൊക്കെയാണ് ഞാൻ മേടിച്ചതെന്നാണ് നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ബിക്കോസ് ഇത്രയും റേറ്റ് കൊടുത്ത് ഞാൻ ഈ ഒരു സാധനം മേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ഞാൻ പിന്നീട് ആലോചിച്ചപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി വേണ്ട, എന്തായാലും ഇത് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ടാണ്. ചിലപ്പം അത് ബെസ്റ്റ് റിസൾട്ട് തരും. കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന 1-2 പ്രൊഡക്ട്സ് എനിക്ക് നല്ല റിസൾട്ട് തന്നു. അപ്പം ഇതിൻ്റെ റിവ്യൂ കേട്ടപ്പോഴും പേഴ്സണലി എനിക്ക് അറിയാമെന്നുള്ളവർ യൂസ് ചെയ്യുന്ന കാര്യം കേട്ടപ്പോഴും ഫാനായി മാറി. സോ ഇനി ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. ഓൾമോസ്റ്റ് എൻ്റെ സ്കിന്നിൽ ഇപ്പം നല്ല മാറ്റമുണ്ട്. പിമ്പിൾസ് ഒക്കെ കുറഞ്ഞു. ഈ കുരുവൊക്കെ ഇന്നലെ മേക്കപ്പ് ഇട്ടതിൻ്റെ പിമ്പിളാണ് കേട്ടോ. സോ അപ്പം ഞാനും എന്തായാലും ഇനി കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് കുറച്ച് നാളത്തേക്ക് ട്രൈ ചെയ്യാൻ പോവാണ്. എനിക്ക് റിസൾട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇത് തന്നെയായിരിക്കും ട്രൈ ചെയ്യുന്നത്. ഐ ഹോപ്പ് സോ നല്ല റിസൾട്ട് ഉണ്ടാവും. ബിക്കോസ് യൂസ് ചെയ്തവരൊക്കെ എനിക്ക് നല്ല അഭിപ്രായമാണ് തന്നത്. അപ്പം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പോകാം വീഡിയോയിലേക്ക്. സോ ഞാൻ അൺബോക്സ് ചെയ്യുന്നതിന് മുന്നിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയാനുണ്ട്. ഇത് പേഴ്സണലി എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്ന ഒരു വീഡിയോ ആയതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇത് ഞാൻ ആർക്കും റെക്കമെൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഒരുപാട് പേര് ചോദിച്ചായിരുന്നു സ്കിൻ പ്രൊഡക്ട്സ് കാണിക്കുമോ, സ്കിൻ കെയർ വീഡിയോസൊക്കെ കാണിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാം വരിയായി വരുന്നുണ്ട്. എല്ലാം കാണിക്കുന്നതായിരിക്കും. സോ ഞാൻ പേഴ്സണലി എൻ്റെ മുഖത്ത് എന്തോരം പിമ്പിൾസ് ഉണ്ടായിരുന്നു, എന്തോരം ഡാർക്ക് മാർക്സ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പിമ്പിൾസൊക്കെ വന്ന് പൊട്ടിച്ച് അവിടെയൊക്കെ ഇവിടെയൊക്കെ പറ്റി മുറിഞ്ഞിട്ടൊക്കെയുള്ള പാട് എന്തോരം ഉണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം. കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഫോട്ടോ സൈഡിൽ കൊടുത്തേക്കാം. സോ നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഇതാണ് എൻ്റെ പിമ്പിൾസ് വന്ന മാർക്സും പിമ്പിളൊക്കെ ആയിരുന്നു. അതിൽ നിന്നും എൻ്റെ ഫേസ് ഇപ്പം ഇത്രയും മാറ്റം ഉണ്ട് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ കുട്ടീൻ്റെ പേരറിയത്തില്ല. ആ കുട്ടി എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഒരു കുട്ടിയെ ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാറുണ്ട്, ചേച്ചി ഇങ്ങനത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തു, ഇങ്ങനത്തെ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ഇങ്ങനത്തെ പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നു. ആ കുട്ടി എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചു. എനിക്ക് തന്നെ അറിയില്ല, പക്ഷേ ഞാൻ ഒരു കാര്യം പറയുവാണ്. റെറ്റിനോൾ സിറവും സ്നെയിൽ ക്രീമും ജസ്റ്റ് ഒന്ന് കോസറക്സിൻ്റെ സ്നെയിൽ ക്രീമും ഒന്ന് യൂസ് ചെയ്ത് നോക്ക്, നല്ല റിസൾട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട്. അപ്പം ഇതേ സെയിം സാധനം ഞാൻ ഒരുപാട് വീഡിയോസിലും കണ്ടിട്ടുണ്ട്. അത്രയും നാളും എനിക്ക് തോന്നിയില്ല. നാട്ടിൽ പോയ സമയത്താണെങ്കിലും ഒരു രക്ഷയില്ലാത്ത പിമ്പിൾസ് ആയിരുന്നു ഫേസിൽ. അങ്ങനെ ഈ കുട്ടി പറഞ്ഞതിൻ്റെ പേരിൽ ജസ്റ്റ് ഒന്ന് മേടിച്ച് യൂസ് ചെയ്ത് നോക്കാം. എന്തോരം പൈസ വെറുതെ ആവശ്യമില്ലാണ്ട് ഓരോ കാര്യങ്ങൾക്ക് കളയുന്നു. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിങ്ങനെ ഒന്ന് യൂസ് ചെയ്ത് നോക്കൂടാന്ന് വിചാരിച്ചിട്ട് ഞാൻ റെറ്റിനോൾ സിറവും നമ്മുടെ കോസറക്സിൻ്റെ സ്നെയിൽ ക്രീമും ഞാൻ നാട്ടിൽ മേടിച്ചു. റെറ്റിനോൾ സിറം അങ്ങനെ ദിവസം ഒന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല, വീക്ക്ലി 3 times ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ദാറ്റ് റിസൾട്ട് വാസ് സോ അമേസിങ് എന്ന് തന്നെ പറയാം. ഒരാഴ്ചയിൽ തന്നെ എനിക്ക് റിസൾട്ട് ഉണ്ടായി തുടങ്ങി. പിന്നീട് ഗ്രാജുവലിയാണ് എൻ്റെ ഫേസ് ഇപ്പം ഇങ്ങനെ ആയത്. കാരണം എത്ര പറഞ്ഞാലും മതി വരത്തില്ല. ആ കുട്ടിയോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അപ്പം അതിനുശേഷമാണ് പിമ്പിൾസിൻ്റെയും ഓപ്പൺ പോഴ്സിൻ്റെയും ആക്നി മാർക്സിൻ്റെയും ഒക്കെ ആയിട്ട് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊറിയൻ സ്കിൻ കെയർ ഒക്കെ ചെയ്താൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമ്മുടെ മാർക്സും കാര്യങ്ങളും അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്, ബ്ലെമിഷിംഗ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് കൊറിയൻ സ്കിൻ കെയർ കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടായിരുന്നു. പിന്നെ UK പേഴ്സണലി എല്ലാവരും യൂസ് ചെയ്യുന്ന പ്രൊഡക്ട്സും കൊറിയൻ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, വൈ നോട്ട് മീ? എനിക്കത് യൂസ് ചെയ്യാണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം പോകാം നമുക്ക് വീഡിയോയിലേക്ക്. നമുക്ക് പെട്ടെന്ന് തന്നെ ഓരോന്നായിട്ട് അൺബോക്സ് ചെയ്ത് തുടങ്ങാം. അപ്പം എനിക്കറിയത്തില്ല ഒരുപാട്. അപ്പം ഞാൻ ഏകദേശം പറയുകയാണ് 150 പൗണ്ടിനോളം സംബന്ധിച്ച് ഞാൻ ഇത്രയും 2 സാധനങ്ങളും ഈ സാധനങ്ങളും കൂടെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ
ഏകദേശം 15,000 20,000 രൂപ എന്ന് തന്നെ പറയാം. 200 ഇതെല്ലാം കൂടെ ചെയ്ത് 200 പൗണ്ട്സ് എന്ന് തന്നെ പറയാം. 20,000 രൂപയ്ക്ക് അടുപ്പിച്ചാണ് ഞാനിത് ഓർഡർ ചെയ്തേക്കുന്നത്. അപ്പം പേഴ്സണലി നമുക്ക് നോക്കാം. സോറി ഗൈസ്, എൻ്റെ മിസ്റ്റേക്ക്. സോ ഐ ആം സോ എക്സൈറ്റഡ്. Oh my god. I love this. സോ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു കാര്യം പറയാം. ഈ ഒരു സംഭവം കൊറിയൻ സ്കിൻ കെയറിൽ പെട്ടതല്ല, പക്ഷെ ഞാൻ 4-5 മാസമായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ ഒരു ഫേസ് വാഷാണ് ലോറിയൽ ബ്രൈറ്റനിങ് റിവൽ എന്ന് പറഞ്ഞിട്ട് സ്പോട്ട് ഫെയ്ഡിങ് സിറം ഇൻ ക്ലെൻസർ. ഇറ്റ് വാസ് സോ അമേസിങ്. ഞാൻ ഒരു 5-6 മാസമായിട്ട് യൂസ് ചെയ്യണം. ഇതെൻ്റെ 3ാമത്തെ ബോട്ടിലാണ്. ഇതിൽ ഇവർ പറയുന്നുണ്ട് 51% ബ്ലെമിഷിങ് കൺട്രോൾ ചെയ്യാനും 57% പോസ്റ്റ് ആക്നി മാർക്സ് കൺട്രോൾ ചെയ്യാനും 41% എക്സസ് ആയിട്ടുള്ള ഓയിൽ കൺട്രോൾ ചെയ്യാനും ഇത് യൂസ്ഫുൾ ആകുന്നു. ഫസ്റ്റ് എനിക്ക് ഒട്ടും വിശ്വാസമില്ലായിരുന്നു. ഞാൻ ഇത് ഫസ്റ്റ് പ്രൊഡക്ട്സ് വാങ്ങുന്നത് നമ്മളെ വീട്ടിനടുത്തുള്ള സൂപ്പർ ഡ്രഗിൽ നിന്നാണ്. പിന്നെ എനിക്ക് അവിടെ പോകാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു പാക്കറ്റ് ആമസോണിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇത് എനിക്ക് പേഴ്സണലി എനിക്ക് എൻ്റെ ഒരു യൂസ് ചെയ്യുന്ന ക്ലെൻസേഴ്സിൽ ഞാൻ ഒരുപാട് സാലിസിലിക് ആസിഡ് ക്ലെൻസർ, പിന്നെ നമ്മുടെ ഓർഡിനറിൻ്റെ ഒരു ക്ലെൻസർ, ലോറിയറിൻ്റെ ക്ലെൻസറൊക്കെ ഞാൻ ഒരുപാട് ക്ലെൻസേഴ്സ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുപോലെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സാധനം വേറെയല്ല. ഞാൻ ഇതൊരു പ്രൊമോട്ടിങ് വീഡിയോ ഒന്നുമല്ല. എനിക്കിവർ 5 പൈസ പോലും തരുന്നില്ല. ഇത് ഞാൻ പേഴ്സണലി പിമ്പിൾസും ആക്നി മാർക്സും ഒക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനമാണ്. നല്ലൊരു ഓയിൽ സ്കിന്നാണ്, കോമ്പിനേഷൻ സ്കിന്നാണെന്നുള്ളവർക്ക് ഇതൊരു മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റാണ്. സോ അടുത്ത നമ്മൾ ഓർഡർ ചെയ്തേക്കുന്നത്, ഓ മൈ ഗോഡ്, ഇത് ഞാൻ ഓർഡർ ചെയ്ത സാധനം മാറിപ്പോയി ഗൈസ്. ഞാൻ കോസറക്സിൻ്റെ സ്നെയിൽ ക്രീമാണ്, അല്ല ഇത് ശരി തന്നെ, ഇത് സംഭവം അൺഡ്രോയ് ക്രീമാണ്. പക്ഷെ അതും കോസറക്സ് ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരുന്നു. പക്ഷെ ഞാൻ ഈ പാക്കറ്റ് ഇപ്പോൾ ഒരുപാട് കോസറക്സിൻ്റെ ഫേക്ക് പ്രൊഡക്ട്സ് ഇപ്പോൾ എല്ലായിടത്തും വാരി വിതറി ആൾക്കാർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. നാട്ടിൽ നിന്നും കോസറക്സിൻ്റെ സ്നെയിൽ പവർ എസെൻഷ്യൽ, അതായത് നമ്മൾ ഒരു സിറം ഞാൻ മേടിച്ചതാണ്. ഇത് യൂസ് ചെയ്ത ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സാധനം ഇതിൻ്റെ സ്മെല്ല് തന്നെ എൻ്റെ പൊന്നി, കഞ്ഞിവെള്ളം ഒരു 10-15 ഒരു വർഷം കഞ്ഞിവെള്ളം ഒന്നും ചെയ്യാണ്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് തന്ന ഒരു സാധനമാണ്. ഇതിൻ്റെ സ്മെല്ല് ഒരു 6-7 ദിവസമായ ചോറ്, നമ്മൾ വേവിച്ച ചോറ് പുറത്ത് വെക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് ഒരു അവിഞ്ഞ പൂത്ത ഒരു മണം വരത്തില്ലേ, അതേ സെയിം സാധനം ഇത് ഞാൻ ഒരു തവണ പോലും എൻ്റെ ഫേസിൽ യൂസ് ചെയ്തിട്ടില്ല. കാരണം ഞാനിങ്ങനെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് അതിലുണ്ടായിരുന്നു കോസറക്സിൻ്റെ ഫേക്ക് പ്രൊഡക്ട്സ്. നാട്ടിൽ നിന്ന് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. ഞാൻ ഇതിനെതിരെ ഒരു റിവ്യൂ ഇട്ടില്ല, പക്ഷെ ഞാൻ ഇതിനെതിരെ റിവ്യൂ ഇടും. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഓർഡർ ചെയ്തത്. അതിൽ കാണിക്കുന്നുണ്ട് സാധാ നമ്മളെ സിറം ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഓയിലി ആയിട്ട് വരുന്ന ഒരു സിറം. പക്ഷേ ഈ സാധനം ഇതാണ് ഇതിൻ്റെ അവസ്ഥ. കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ കഞ്ഞിവെള്ളത്തിൽ കുറച്ച് കേടാവാതിരിക്കാനെന്ന് പറയാൻ പറ്റത്തില്ല, നല്ല പോലെ കേടായിട്ടുള്ളൊരു സാധനമാണ് ഇത്. എന്ത് തേങ്ങയ്ക്കാണ് അവരെനിക്ക് ഇങ്ങനെ പറ്റിക്കുന്നതെന്ന് അറിയത്തില്ല. സോ ഇങ്ങനെയുള്ള സാധനങ്ങൾ നിങ്ങൾ സൂക്ഷിച്ചും കണ്ടും ഒക്കെ മേടിക്കുക. കാരണം ഫേക്കെന്ന് പറഞ്ഞാൽ അടാറ് ഫേക്ക് സാധനമാണ്. സോ ഇതുപോലുള്ള സാധനങ്ങൾ മേടിക്കാതിരിക്കുക. സോ അതേ തന്നെ പറഞ്ഞ് കോസറക്സിൻ്റെ നമ്മുടെ ഫേസിലിടുന്ന സ്നെയിൽ ക്രീം ആണെങ്കിലും സീറോ ആണെങ്കിലും ഒരുപാട് ഫേക്ക് പ്രോഡക്റ്റ്സ് വരുന്നുണ്ട്. സോ നോക്കി ശ്രദ്ധിച്ച് കണ്ട് മാത്രം നിങ്ങൾ മേടിക്കാം. സോ ഇത് ഞാൻ മേടിച്ചേക്കുന്നത് ഒരു അണ്ടർ ഐ ക്രീമാണ്. എൻ്റെ കണ്ണിൻ്റെ അടിയിലുള്ള ഡാർക്ക് മാർക്സ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ച ഒരു പ്രൊഡക്റ്റാണ് ഇത്. കോസറക്സിൻ്റെ അല്ല, ഇതിൽ തന്നെ എഴുതിയിട്ടുണ്ട് ആ ഒരു ഇത് യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതും വലിയ കുഴപ്പമില്ലാത്ത പ്രൊഡക്റ്റാണ് ഇത്. അതായത് കോസറക്സിൻ്റെ മറ്റേ മാമൻ, ഡ്യൂപ്ലിക്കേറ്റ് മാമൻ എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം ഞാനിത് യൂസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കറിയത്തില്ല ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന്. ഇത് ഇവർ തുറന്നിട്ടൊക്കെ ഉണ്ട്. ഇനി നമ്മളൊന്ന് പുരട്ടി നോക്കിയാൽ മതി. ഇത് നല്ല ഒരു കൺസിസ്റ്റൻസിയിൽ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഫസ്റ്റ് തേച്ചാ എന്താ വരാത്തെ? ആവുന്നുണ്ട്. അയ്യോ ആവുന്നില്ല ഗൈസ്. ഇതാവുന്നുണ്ടോയെന്ന് നമ്മൾ എങ്ങനെ അറിയാം?
എൻ്റെ പൊന്നെ, ഇതും എന്നെ തേച്ചതാണെങ്കിൽ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അല്ല, ഇങ്ങനെ പ്രസ്സാക്കിയിട്ട് വേണം നമ്മളിങ്ങനെ തേക്കാൻ. എൻ്റെ മിസ്റ്റേക്കാണ്. നമ്മളിങ്ങനെ പ്രസ്സാക്കി കൊടുക്കുക. വന്നു. എന്നിട്ട് നമ്മൾ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോറി, എൻ്റെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ട്. സോ സ്മെൽ വാസ് സോ ഗുഡ് ഗൈസ്. നല്ല മണം മീൻസ് നല്ല മണം. സോ പ്രസ്സാക്കിയതിന് ശേഷം നമ്മൾ കണ്ണിൻ്റെ അടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഇതിനകം. സോ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. സോ രണ്ടാമത് ഞാൻ മേടിച്ചേക്കുന്നത് നിയാസിനമൈഡ് സിറമാണ്. സോ ഇത് എന്തെനിക്കറിയില്ല, അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഒരു കമ്പനിയുണ്ട്. ആ കമ്പനീൻ്റെ ഒരു സിറമാണ് ഞാൻ നോക്കിയത്. പക്ഷേ ഇത് ഹോയ്ഗി എന്ന് പറയുന്ന ഒരു കൊറിയൻ ബ്രാൻഡാണ് ഹോയ്ഗി. ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം പെർഫെക്റ്റ് ആണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അയുന അങ്ങനെ എന്തോ ഒരു പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട്. സോ അത് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. സോ അതിൻ്റെ പ്രൊഡക്ട്സ് സൂപ്പർ പ്രൊഡക്ട്സ് ആണ്. അതായത് നമ്മൾ മേടിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് മാത്രം നോക്കി മേടിക്കുക. ഇത് നമ്മുടെ സഫോറ, പിന്നെ കൊറിയനോ എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഒറിജിനൽ പ്രൊഡക്ട്സ് കിട്ടും. നമ്മുടെ ആമസോണിലൊന്നും ഇതിൻ്റെ ഒറിജിനൽ പ്രൊഡക്ട്സ് കിട്ടത്തില്ല. സോ ഇതാണ് നിയാസിനമൈഡ് ഡാർക്ക് സ്പോട്ട് സിറം. മറ്റതാണെങ്കിൽ അതിൻ്റെ കുപ്പിയൊക്കെ ഗ്ലാസ് ആയിരിക്കും. ഇത് സംഭവം പ്ലാസ്റ്റിക് ആണ്. നല്ല മണം. സോ നമുക്ക് നോക്കാം. നല്ല കൺസിസ്റ്റൻസി ഉണ്ട്, ഇച്ചിരി ഒരു കട്ടിയിലുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. മണം ഒരു രക്ഷയില്ല, നല്ല സൂപ്പറായിട്ടുള്ള മണമാണ്. അപ്പം ഇത് ഒരെണ്ണം. പിന്നെ ഇതിൻ്റെ തന്നെ ഇത് 4% ആണ്, അല്ല നൈസിനമൈഡ് 10%. ഇതിൻ്റെ തന്നെ പീച്ചായിട്ട്, അതായത് 2 പാക്കറ്റ് അവർ തന്നിട്ടുണ്ട്. 2 പാക്കറ്റ് ഞാൻ സത്യം പറഞ്ഞാൽ കൊള്ളാമെന്ന് പറഞ്ഞാൽ ഓർഡർ ചെയ്തതാണ്. 8 പൗണ്ടോ 9 പൗണ്ടോ ആണ് ഒരെണ്ണത്തിന് വരുന്നത്. സോ ഇത് സംഭവം 70% എന്നാണ് പറഞ്ഞത്. ഇതും ഹോഗി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ് ഹോഗി. സോ ഇത് നമുക്കൊന്ന് നോക്കാം. സോ ഇതും ദ സെയിം തന്നെ, കളറ് മാറ്റം എന്നേ ഉള്ളൂ. ഇതിട്ട എന്താണ് റിസൾട്ട് എന്ന് എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും യൂസ് ചെയ്ത് നോക്കിയിട്ട് ബെറ്റർ ആണെന്ന് തോന്നുവാണെങ്കിൽ ഞാൻ എന്തായാലും ഉറപ്പായിട്ടും മേടിക്കും. ഇതിൻ്റെ മണം സൂപ്പർ മണം. സോ അപ്പം നമ്മൾ ഇത്രയും പ്രൊഡക്ട്സ് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഈ വലിയ ബോക്സിൽ എന്താണ് എന്നാണ് നമ്മൾ നോക്കേണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്കൊരു പിടിയുമില്ല. എനിക്കൊരു സ്നെയിൽ സിറം ഓർഡർ ചെയ്തിട്ടുണ്ടെന്ന് അറിയാം, അല്ലാതെ ഞാൻ എന്താണ് ഓർഡർ ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും വലിയ പാക്കറ്റ് വരാനായിട്ട് അത്രയും വലിയ സാധനമൊന്നും ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല. നോക്കട്ടെ. എനിക്കിപ്പോഴാണ് ഓർമ്മ വന്നത് ഞാൻ എന്തൊക്കെ സാധനങ്ങളാണ് ഓർഡർ ചെയ്തേക്കുന്നത്. അലോവേരേൻ്റെ വാസലിൻ്റെ അലോവേര സ്മൂത്തനിങ് ബോഡി ലോഷൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഇതിൻ്റെ മണം ഒരു രക്ഷയില്ലാത്തതാണ്. നമ്മൾ ഒരു തവണ കുളിച്ചിട്ടൊക്കെ വന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 2 ദിവസം നമ്മുടെ ശരീരത്തിൽ ഈ ഒരു മണം ഉണ്ടാവും. സോ അതിന് വേണ്ടിയിട്ട് ഇത് നമ്മൾ അടുത്തുള്ള ലിഡിലുണ്ട്. ഇത് 3 പൗണ്ട് സംതിങ്ങേ ഉള്ളൂ ആമസോണിൽ. സാധാരണ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്തത് കൊണ്ട് ഞാൻ ഇതും കൂടെ പെട്ടെന്ന് അതിൻ്റെ കൂടെ ഓർഡർ ചെയ്തെന്നേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഗുണമൊന്നുമില്ല. പക്ഷെ ഇതെന്തായാലും എനിക്ക് വേണ്ടിയിരുന്ന സാധനമായിരുന്നു. ഒരു ഷവർ ജെല്ലും ഒരു വാസലിൻ്റെ ക്രീമും ബോഡി ക്രീമും. അതായത് ഇവിടുത്തത് ഫിനിഷ് ആയി. സോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഓർഡർ ചെയ്തെന്നേ ഉള്ളൂ. സോ രണ്ടാമത് ഞാൻ ഓർഡർ ചെയ്തത് ഒരു ടാബ്ലറ്റാണ്. 100% കൊളാജിൻ ഹൈ സ്ട്രെങ്ത് കോംപ്ലക്സ്. ഞാൻ ഇത് ചുമ്മാ മേടിക്കുന്നതല്ല. ആരും ചെന്ന് ചുമ്മാ മേടിക്കരുത്. ഡോക്ടറിനെ കണ്ടതിന് ശേഷം മേടിക്കുക. കാരണം ഞാൻ ഇവിടെ ഒരു ഡോക്ടറിനെ ഈയിടയ്ക്ക് പോയി കണ്ടായിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞു ഏതെങ്കിലും കൊളാജിൻ ടാബ്ലറ്റ് യൂസ് ചെയ്യുന്നത് ഹെൽത്തിന് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും, വിറ്റാമിൻ സി എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഞാൻ കൊളാജിൻ ടാബ്ലറ്റ് പിന്നെ വിറ്റാമിൻ സി വിറ്റാമിൻ ഡി ടാബ്ലറ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ടാബ്ലറ്റ് ഡെയിലി ഒന്നൊക്കെ വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന് ബോൺസിന് എല്ലാം നല്ലതായിരിക്കും. ബിക്കോസ് എൻ്റെ ഈ ഒരു മുട്ടിൻ്റെ കൈയൊക്കെ കുറേ നേരം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര പെയിനാണ്. ഇത് വയസ്സാവുന്നതിൻ്റെ പെയിനാണെന്ന് എനിക്കറിയാം, എന്നാലും നമ്മളത് കാണിക്കാൻ പാടില്ലല്ലോ എന്താണ് സംഭവം. സോ അതുകൊണ്ട് തന്നെ
എനിക്ക് ഭയങ്കര പെയിനാണ്. അപ്പോൾ ആ ഒരു പെയിനൊക്കെ മാറാൻ ഇടയ്ക്ക് ഒരു ഡോക്ടറിനെ ഞാനിങ്ങനെ വിസിറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, അതൊരു കൺസൾട്ടേഷൻ ആയിട്ട് ഞാൻ പോയതല്ല, ഡോക്ടർ ഇങ്ങനെ പറഞ്ഞതാണ് കൊളാജൻ ടാബ്ലറ്റ് യൂസ് ചെയ്യുക, അത് കുറച്ച് ബെറ്റർ ആയിട്ട് സ്കിന്നിനും ബോഡിക്കും നല്ലതാണ്, പിന്നെ നല്ലോണം ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുക, വെള്ളം കുടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതുകൊണ്ട് ഞാനത് പെട്ടെന്ന് മേടിച്ചെന്നേ ഉള്ളൂ. സോ അടുത്ത ഞാൻ മേടിച്ച സംഭവം എന്ന് പറഞ്ഞാൽ കോസറക്സ്. സോ നമുക്ക് ഫസ്റ്റ് കോസറക്സ് നോക്കാം. ഇതാണ് കോസറക്സിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അതുപോലത്തെ സിറമാണ് ഇതിലും വന്നെങ്കിൽ ഞാൻ കോസറക്സിനെതിരെ കംപ്ലൈൻറ്റ്. അല്ല ഗായ്സ്, അല്ല എനിക്ക് കറക്റ്റ് പ്രോപ്പർ സാധനം കിട്ടിക്കഴിഞ്ഞു. ഇപ്പുറത്തെ കയ്യിൽ കുറേയായി, ഞാൻ ഇപ്പുറത്തെ കയ്യിൽ യൂസ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടോ? ഇപ്പം തന്നെ എനിക്കത് മനസ്സിലാവുന്നുണ്ട് അതിൻ്റെ വ്യത്യാസം. സൂപ്പറായിട്ടുള്ള ഒരു സാധനം കിട്ടി. ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾ നോക്കുക. ഏതോ ഒരു പൊട്ട സാധനം ആൾക്കാർ ആ നാട്ടിൽ നിന്ന് അയച്ചെന്നാണ് ഇത് രണ്ടും. കണ്ടോ, ഇതൊരുമാതിരി കഞ്ഞിവെള്ളവും ഇതൊരുമാതിരി നല്ല കട്ടിയായിട്ടുള്ള സാധനം. സോ ഇതാണ് കോസറക്സിൻ്റെ അഡ്വാൻസ് നെയിൽ 96 മസിൻ പവർ എസെൻഷ്യൽ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എസൻസ് സംഭവം സത്യം പറഞ്ഞാൽ ഈ ഒരു എസൻസ് നമുക്ക് കറക്റ്റ് ഒരു സിറം പോലെ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനങ്ങനെ സിറം പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച ഒരു സാധനമാണ് കേട്ടോ. ഇതാണ് ഇപ്പം ഞാൻ മേടിച്ച റെറ്റിനോൾ സിറം, നമ്മുടെ കോസറക്സിൻ്റെ സ്നെയിൽ എസൻസ്. സോ ഇതെന്ന് പറഞ്ഞ് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച സാധനമാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കൂ ഗൈസ്. കണ്ടോ, കഞ്ഞി വെള്ളവും ഇത് അനങ്ങൊന്നും പോലുമില്ല. പക്ഷേ ഇതിൻ്റെ ഇത് കണ്ടോ, പതഞ്ഞ് പൊങ്ങഞ്ഞ് ഒക്കെ ഇരിക്കുവാണ്. നല്ല സ്മെല്ലും ഉണ്ടായിരുന്നു ഈ ഒരു സാധനം. പക്ഷേ ഇത് നല്ല ഒരു റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓപ്പൺ ചെയ്ത് കണ്ടോ, ആ ഒരു നമുക്ക് നല്ലോണം അറിയാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ ടെക്സ്ചറിൽ തന്നെ നല്ല രീതിയിൽ അബ്സോർവ് ആവുന്ന ഭയങ്കര സ്മൂത്തായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഇത് വന്നേക്കുന്നത്. ഇതുപോലെ തന്നെ ഞാനൊരു ടോണറെന്നും പറഞ്ഞ് മേടിച്ച ഒരു സാധനമായിരുന്നു ആ ഒരു ക്രീം. സോ ഇതാണ് കോസറക്സിൻ്റെ ഒറിജിനൽ അഡ്വാൻസ് നെയിൽ എസൻസ്. എല്ലാവരും മേടിക്കണേ. സോ അപ്പോൾ നമുക്കിത് ഇവിടെ വയ്ക്കാം. അടുത്ത ഞാൻ ഓർഡർ ചെയ്തേക്കുന്നത് ഇതും കോസറക്സിൻ്റെ തന്നെ ഒരു ടോണറാണ്. സോ എനിക്ക് ഫസ്റ്റ് റൈസ് വാട്ടർ ടോണർ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഞാനൊരു റൈസ് വാട്ടർ ടോണർ ആണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. കോസറക്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ആ ഒരു ബോട്ടിൽ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു ഒറിജിനൽ പ്രൊഡക്ട്സ് ആണെന്ന്. ഈ ഒരു ബോട്ടിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു ഒറിജിനൽ പ്രൊഡക്റ്റ് ആണെന്ന്. കാരണം ഇതും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ നോക്കുക. പിടിക്കുമ്പോഴോ തൊടുമ്പോഴോ തന്നെ നമുക്കത് മനസ്സിലാവും ഇതൊരു ഒറിജിനൽ പ്രൊഡക്റ്റ് ആണെന്ന്. കാരണം ഇത് ഒരു ട്രീറ്റ്മെൻറ്റ് ടോണറാണ്. ഇതിൻ്റെ അർത്ഥമൊന്നും എനിക്കറിയത്തില്ല, AHA BHA എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഇത് ഞാൻ ഒരുപാട് വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് മേടിച്ചതല്ല. എനിക്കിത് പേഴ്സണലി എനിക്കൊരു ടോണർ മേടിക്കണം എന്നുണ്ടായിരുന്നു. റൈസ് വാട്ടർ ടോണറാണ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നത്. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടോണർ ഇതാണ്, റൈസ് ടോണർ. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. ഇതിൻ്റെ പേര് എനിക്ക് വായിച്ചാൽ കിട്ടത്തില്ല ഗൈസ്. സോ ഇതൊരു കൊറിയൻ ബ്രാൻഡിൻ്റെ ആണ് ഈ ഒരു ടോണർ. എനിക്ക് പേഴ്സണലി ഞാനിത് യൂസ് ചെയ്ത് ഇത്രയും എത്തി. ഞാൻ പേഴ്സണലി ഡെയിലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോണറാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ടോണർ. പിന്നെ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടോണർ, ഈ ഒരു ടോണറും ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചെന്ന് പറഞ്ഞ ടോണറിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. ഇതൊരു കൊറിയൻ ബ്രാൻഡാണ്. പിന്നെ ഈ ഇടയ്ക്ക് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടോണർ എന്ന് പറഞ്ഞാൽ നമ്മളെ പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ടോണർ. നാട്ടിൽ നിന്ന് ചേട്ടൻ വന്നപ്പോൾ കൊടുത്തു വിട്ടത്, അതായത് നാട്ടിൽ നിന്ന് ഓർഡർ ചെയ്തിട്ട് കൊണ്ടുവന്നൊരു പ്ലമ്മിൻ്റെ റൈസ് വാട്ടർ ടോണറാണ്. അപ്പോൾ അതും എനിക്കങ്ങ് സെറ്റ് ആവുന്നില്ല. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോണർ യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇത് മണം ഒന്നുമില്ല, മണത്തിലൊന്നും കാര്യമില്ലല്ലോ, ഗുണത്തിലല്ലേ കാര്യം. സോ അതും കഴിഞ്ഞു. ഞാൻ പറഞ്ഞ റൈസ് വാട്ടറല്ല, ടോണർ എന്ന് പറയുന്നത് AHA BHA ക്ലാരിഫയിങ് ട്രീറ്റ്മെൻറ്റ് ടോണറാണ്. അപ്പോൾ ഞാൻ ഇതിന് മുന്നിലേ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ടോണർ ഇതാണ്, റൈസ് ടോണർ എന്ന് പറഞ്ഞിട്ട്. ഇതെനിക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ തന്നെ. നല്ല ഇതുവരെയ്ക്ക് ഇത്രയും ഞാൻ യൂസ് ചെയ്ത് തീർത്ത സംഭവമാണ്. അപ്പം ഇതെനിക്ക് നല്ലൊരു റിസൾട്ടാണ് എനിക്ക് തന്നത്. പക്ഷെ അതുപോലെ തന്നെ ഇപ്പം ഞാനൊരു റിസൾട്ട് നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിവ്യൂ ഒക്കെ കേട്ടിട്ട് മേടിച്ച ഒരു സംഭവമാണ് ഈ ഒരു ടോണർ എന്ന് പറയുന്നത്. ഇത് നമുക്ക് യൂസ് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണെന്ന്. അപ്പം പെട്ടെന്നൊന്നും അറിയാൻ പറ്റില്ല, പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടത്തുമില്ല. ഒരുപാട് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും റിസൾട്ട് തന്ന്. ഒരു നീറ്റലും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് പ്രൊഡക്ട്സ് ആണെങ്കിലും നമ്മൾ ഫേസിൽ യൂസ് ചെയ്ത് നോക്കരുത്. കയ്യിൽ യൂസ് ചെയ്തതിന് ശേഷമേ നമ്മൾ ഫേസിൽ യൂസ് ചെയ്യാൻ പാടുള്ളൂ. സോ ഇതാണ് നമ്മുടെ കോസറക്സിൻ്റെ ഒറിജിനൽ ട്രീറ്റ്മെൻറ്റ് ടോണർ. ഓക്കെ, അടുത്തത്
ഞാൻ ഏറ്റവും കൂടുതൽ മേടിക്കണം എന്ന് വിചാരിച്ച അത് ലാസ്റ്റ് പറയാം. സോ അടുത്തത് ഒരു സ്പിറമെന്റ് ലീഫ് ടീ ആണ്. അതായത് നമ്മുടെ തുളസി ഇലേൻ്റെ സാധനം. ഇത് ഞാൻ ഡെയിലി ഇപ്പം യൂസ് ചെയ്ത് ഡെയിലി ഞാനിപ്പോൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ്. താഴെ ഇരുന്ന ഇതിൻ്റെ ഇത് തീരാറായി. സോ അതുകൊണ്ട് ഞാൻ എക്സ്ട്രാ ഒരെണ്ണം ഓർഡർ ചെയ്തെന്നുള്ളൊരു ഹെർബൽ ടീ ആണ് സ്പിറമെന്റ് ലീഫ് ടീ. അതായത് നമ്മുടെ തുളസി ഇല കൊണ്ട് ഉണ്ടാക്കിയ ഒരു മറ്റേ ഇത് പറയത്തില്ലേ, പാക്കറ്റ് നമ്മൾ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് കുടിക്കുന്ന ആ സാധനം. ഇത് എനിക്ക് നല്ല റിസൾട്ട് തരുന്നുണ്ട്. ഞാനിങ്ങനെ ഇപ്പോൾ ഒരുപാട് നല്ല സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് പ്രൊഡക്റ്റാണ് എനിക്കിപ്പോൾ കറക്റ്റായിട്ടുള്ള റിസൾട്ട് തരുന്നതെന്ന് എനിക്കിപ്പോൾ അറിയാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ ഡെയിലി ഗാർലിക് കഴിക്കുന്നുണ്ട്. പിന്നെ ഈ വെള്ളം ഇതും ചിയാ സീഡ് ഇട്ട വെള്ളം ദിവസവും ഞാൻ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ റിസൾട്ട് തരുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. സോ എന്തായാലും എൻ്റെ ഒരു തീക്ഷ്ണമായ എൻ്റെ ഒരു നിരീക്ഷണത്തിന് ശേഷം നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ അടുത്ത് റിസൾട്ട് പറയുന്നതായിരിക്കും. സോ ഓക്കെ, അപ്പം എൻ്റെ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത് ഒരുപാട് നാളുകൊണ്ട് വാങ്ങണമെന്ന് വിചാരിച്ച സാധനമാണ് നമ്മളെ ഐ പാച്ച്. കണ്ണിൻ്റെ അടിയിൽ എനിക്കിപ്പോൾ വലിയ രീതിയിലുള്ള കറുപ്പും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ എന്നാലും ഇതിൻ്റെ റിവ്യൂ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഐറിവ് പ്രൊണൗൺസിയേഷൻ ശരിയാണെന്ന് എനിക്കറിയത്തില്ല. AREV എന്നാണ്. ഐറിവ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ ആൻറ്റി ഏജിങ് ഐ പീച്ച് മാസ്ക് ആണ്, പാച്ച് മാസ്ക് ആണ്. സോ വിത്ത് റെറ്റിനോൾ ആൻഡ് ഗോൾഡ് ആൻഡ് കൊളാജൻ. സോ ഇത്രയാണ് ഇതിൻ്റെ ഈ അകത്തുള്ള സാധനങ്ങൾ. റിമൂവ് ഡാർക്ക് സർക്കിൾസ് ആൻഡ് ഡാർക്ക് അണ്ടർ ദ ഐ. സോ ഫൈൻ ലൈൻസ് ആൻഡ് ഡ്രൈ ലൈൻസ് ഇംപ്രൂവ്ഡ്. ഇതൊക്കെ വായിച്ചു നോക്കിയപ്പോൾ കൊള്ളാം. ഇനി ഉപയോഗിച്ച് നോക്കിയപ്പോൾ എൻ്റെ 2-3 റിസൾട്ട് ഞാൻ അതിൻ്റെ റിവ്യൂ കേൾക്കുമ്പോഴാണെങ്കിലും യൂസ് ചെയ്ത ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടായിരുന്നു നല്ല റിസൾട്ട് തരുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന്. റെറ്റിനോൾഡ്, ഗോൾഡ്, കൊളാജിൻ 3 സംഭവങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു അണ്ടർ ഐ പാച്ചാണ്. തുറക്കാൻ പറ്റുന്നില്ല. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്ന് തൊട്ട് നോക്കണം. ഞാൻ ആദ്യമായിട്ടാണ് അണ്ടർ ഐ പാച്ച് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിന് മുന്നിൽ ഞാൻ അണ്ടർ ഐ പാച്ച് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്കിതിങ്ങനെ അയ്യോ തൊട്ട് നോക്കണം, ഇട്ട് നോക്കണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹേയ് കണ്ടോ, ഭയങ്കര ക്യൂട്ടായിട്ട് പ്ലിപ്പിളിപ്പിളിപ്പിളിപ്പിളായിരുന്നിട്ട് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഇടാനുള്ളതല്ലേ, കൈ കൊണ്ടൊന്നും നമ്മൾ തൊടാൻ പാടില്ല. സോ അപ്പം എനിക്കിഷ്ടപ്പെട്ടു ഗൈസ്. എനിക്ക് ഈ സാധനം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സോ ഇത് ഞാൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതിൽ പ്രത്യേകിച്ച് കൂടുതൽ പറയാനൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ റെറ്റിനോൾ അണ്ടർ ഐ പാച്ച്. റെറ്റിനോൾ, ഗോൾഡ്, കൊളാജിൻ തുടങ്ങിയ 3 പ്രൊഡക്ട്സ് ആണ് ഇതിനകത്തുള്ളത്. സോ ഇതിങ്ങനെ തുറക്കുമ്പോഴത്തേക്കും നല്ല ഒരു പിങ്ക് ഓർ പീച്ച് കളറിലാണ് ഇത് വരുന്നത്. ഇത് നല്ല നിറഞ്ഞിരിക്കുവാണ്. സോ ഇവിടെ തുറക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഒരു വെള്ളം മാതിരി ഇങ്ങനെ സൈഡിലൊക്കെ കുറച്ചധികം വെള്ളമുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ. സോ ഇപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഒരു പ്രൊഡക്ട്സ് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പിളിപിളിപിളിപിളായിരിക്കുന്നൊരു സാധനം കേട്ടോ. കണ്ടോ, ഇത് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ വെക്കണം. അത് ഒരുപാട് റിസൾട്ട് കേട്ട ഒരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ഓടിച്ചെന്ന് മേടിക്കാൻ കാരണം. ഒരുപാട് അണ്ടർ ഐ ക്രീംസും അണ്ടർ ഐ പാച്ചസൊക്കെ ഉണ്ട്. സോ ഇത് നല്ലൊരു റിസൾട്ട് എനിക്ക് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്ട്സ് പെട്ടെന്ന് മേടിക്കാൻ കാരണം. അടുത്ത സാധനം, ഇതോടെ ഈ പ്രൊഡക്ട്സ് വീഡിയോ കഴിയുവാണ്. ഇത്രയാണ് ഞാൻ 200 സംതിങ് രൂപയ്ക്ക് മേടിച്ച സാധനങ്ങൾ. ഏറ്റവും കൂടുതൽ റിവ്യൂ കേട്ടതും ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞു കേട്ടതുമായിട്ടുള്ള ഒരു ബിഗ്ഗസ്റ്റ് ബ്രാൻഡാണ്. എന്താണ് എൻ്റെ പേര്? അയ്യോ ഗൈസ്, എനിക്കറിയായിരുന്നു, ഞാൻ മറന്നുപോയി. എന്തോ വെയിറ്റ് ഇപ്പോൾ പറഞ്ഞുതരാം. ഇതിലുണ്ട് ബ്യൂട്ടി ഓഫ് ജോൺസൺ അല്ല, സോ ഒരുപാട് പേര് പറഞ്ഞു കേട്ടുള്ള ഒരു ബ്രാൻഡാണ് ബ്യൂട്ടി ഓഫ് ജോയ്സൺ. സോ ബ്യൂട്ടി ഓഫ് ജോസിയൻ. ഇതിൻ്റെ പ്രൊണൗൺസിയേഷനും ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഒരു സൺസ്ക്രീമാണ്. ഈ ഒരു സൺസ്ക്രീം കൊറിയൻ ബ്രാൻഡിലെ ഏറ്റവും കൂടുതൽ ഇപ്പം വിറ്റ് പോകുന്ന ഒരു സൺസ്ക്രീമാണ് ഈ ഒരു സൺസ്ക്രീം. ഈ ഒരു സൺസ്ക്രീമിൻ്റെ റിസൾട്ട് വാസ്
10-15 ലക്ഷം ആൾക്കാരോളം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റും അതിൻ്റെ ഒരു റിസൾട്ടും ഞാൻ ഇതിൽ നിന്ന് കേട്ടു. സോ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു വൈ നോട്ട്, ഐ കാൺട്ട്, എനിക്കത് യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ആവേശത്തിൽ കയറി വാങ്ങിച്ചതാണ്. 15 പൗണ്ടോ 10 പൗണ്ടോ എന്താണ് ഇതിൻ്റെ റേറ്റ്. ഈ മേടിച്ച എല്ലാ സാധനങ്ങളും 10 പൗണ്ടിന് കുറവല്ല, കൂടുതലാണ്. സോ അതുകൊണ്ടാണ് എല്ലാ പ്രൊഡക്ട്സും ചേർത്ത് 200 പൗണ്ടായിരുന്നു. ചിലത് 15 പൗണ്ടൊക്കെ ആയിട്ടുണ്ടായിരുന്നു. സോ ഈ ഒരു സൺസ്ക്രീൻ വാസ്, ഞാൻ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോന്ന് ഇട്ട് നോക്കിയിട്ടുള്ള അതിൻ്റെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഇതും ഒരു മസ്റ്റ് ട്രൈ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മേടിക്കുന്നത്. ഇത് ഞാൻ എൻ്റെ ഫസ്റ്റ് യൂസാണ്. ഇതിൽ വന്നിട്ട് റിലീഫ് സൺ റൈസ് ആൻഡ് പ്രോബയോട്ടിക്സ് എന്നാണ് പറഞ്ഞേക്കുന്നത്. സോ ഇതും ഞാൻ ഇട്ട് എൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ പിന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് കോസറാക്സിൻ്റെ സ്നെയിൽ ക്രീം. അതായത് ഓൾ ഇൻ വൺ ക്രീം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്നെയിൽ ക്രീം. ഇതൊരു മോയ്സ്ചറൈസിങ് ക്രീമായിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എൻ്റെ എല്ലാ വീഡിയോയിലും ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ സ്നെയിൽ ക്രീം. അപ്പം ഇത്രയും പ്രൊഡക്ട്സാണ് ഞാനിപ്പോൾ മേടിച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും എങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ള റിവ്യൂ എങ്ങനെയാണെന്ന് ഞാൻ യൂസ് ചെയ്ത് 1-2 മാസം കഴിഞ്ഞിട്ടുള്ളൊരു ഡീറ്റെയിൽ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം ഇത്രയും പൈസയ്ക്ക് മേടിക്കാനുള്ളതുണ്ടോ എന്ന് ചോദിച്ചാൽ അതിനുള്ള ആവതെനിക്കില്ല. പക്ഷേ ഫേസിൻ്റെ കാര്യമായതുകൊണ്ട് ഒരു റിസ്ക്കും ഇനി എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, വയസ്സായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇനിയെങ്കിലും ഫേസ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനി നമ്മൾ അതിന് ഒരുപാട് ലേറ്റായി പോകും എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. സോ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇത് ആർക്കെങ്കിലും ഉപയോഗപ്പെട്ടിട്ടുണ്ട് ഇല്ലെങ്കിൽ UK യിലുള്ളവരാണ്, ഇതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മൾ ആമസോണിൽ ഞാൻ ഇതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. എനിവേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടാതെ നീരജ മൂസ് യൂട്യൂബ് ചാനലിനോടൊപ്പം നീരജ മൂസ് ഇൻസ്റ്റ ID സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ബൈ ഫ്രം നീരജ മൂസ്.